സ്വാഗതം. പോക്സോ കേസിൽ പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെ ആജീവനാനന്ദ തടവിന് ശിക്ഷിച്ച കോടതി ഉത്തരവിന് പിന്നാലെ കലുഷിതമായി കേരള രാഷ്ട്രീയം. മോൺസണുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം നേരിട്ടിരുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പേര് കൂടി പീഡന ആരോപണത്തിനൊപ്പം ചേർത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളാണ് പുതിയ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ടിരിക്കുന്നത്. സുധാകരനെ ലക്ഷ്യമിടുന്നതിനൊപ്പം സർക്കാരിനെയും CPMനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന വിവിധ വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയാണ് MV ഗോവിന്ദൻ എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സുധാകരൻ ഉള്ളപ്പോഴാണ് മോൺസൺ പീഡിപ്പിച്ചതെന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മൊഴി നൽകിയെന്നാണ് മാധ്യമ വാർത്തകൾ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് പോക്സോ കേസിലും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരും. ഈ കേസിൽ ചോദ്യം ചെയ്യാനാണ് സുധാകരനെ വിളിപ്പിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. എന്നാൽ താൻ മനസാവാചക അറിയാത്ത കാര്യമാണ് MV ഗോവിന്ദൻ പറയുന്നത് എന്നാണ് സുധാകരൻ പറയുന്നത്. അതിജീവിതയുടെ രഹസ്യമൊഴി എങ്ങനെ MV ഗോവിന്ദൻ അറിഞ്ഞുവെന്നും സുധാകരൻ ചോദിച്ചു. പോക്സോ കേസിൽ സുധാകരൻ പ്രതിയാണെന്ന് പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ പറയാനാകുമെന്നും അതിജീവിതയുടെ സ്വകാര്യതയെ മാനിക്കാതെ മൊഴി ചേർത്തിട്ടുണ്ടായെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം വേണ്ടേ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 164 രഹസ്യമൊഴിയാണ് പെൺകുട്ടി നൽകിയത്. അതെങ്ങനെ CPMന് കിട്ടിയതെന്നും വ്യക്തമാക്കണമെന്നും കെ സുധാകരനും ആവശ്യപ്പെടുന്നു. ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കെ സുധാകരൻ വേഴ്സസ് MV ഗോവിന്ദൻ. ആദ്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ നോക്കാം. അഭിഭാഷക ഇന്ദുകല ജോസഫ്, LDF പ്രതിനിധി ആയൂർ ബിജു, കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണു, BJP പ്രതിനിധി അജി തോമസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഭിഭാഷകയായ ഇന്ദുലേഖയിൽ കൂടെ പോകാം. ശ്രീമതി ഇന്ദുലേഖ, ഇന്ന് MV ഗോവിന്ദനുമൊപ്പം തന്നെ കെ സുധാകരനും പരസ്പരം ആരോപിച്ച ആരോപണങ്ങൾ അങ്ങ് കേട്ട് കാണുമല്ലോ. അതിജീവിതയുടെ മൊഴിയാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ ഈ കേസിൻ്റെ വിധി കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ഒരു ആരോപണം വരുമ്പോൾ ഈ കേസ് നിയമപരമായ ഏത് ദിക്കിലേക്കായിരിക്കും സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്? ഇതിൻ്റെ നിയമവശങ്ങൾ എന്തെല്ലാമാണ്? ആദ്യമായിട്ട് നമുക്ക് എന്ത് തരമുള്ള ഒരു ആരോപണമാണ് പാർട്ടി സെക്രട്ടറി ഇവിടെ ഉന്നയിച്ചത് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി പീഡിപ്പിക്കുന്ന അവസരത്തിൽ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 34, അതുപോലെ തന്നെ സെക്ഷൻ 120B, അതുപോലെ തന്നെ സെക്ഷൻ 107 ഉൾപ്പെടെയുള്ള ഉള്ള ചാർജുകൾ നിലനിൽക്കുന്ന കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ അത്തരത്തിലുള്ള ചാർജുകൾ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കോടതി വിധി വന്നതിന് ശേഷം ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആരോപണത്തിന്റെ സോഴ്സിനെ പറ്റി എന്തുകൊണ്ടാണ് ഇത്രയും അധികം കാലതാമസം പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഉണ്ടായത്? അതായത് അദ്ദേഹം സത്യം പറഞ്ഞാൽ നിയമത്തിന്റെ കണ്ണിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 212 വകുപ്പ് പ്രകാരം ഒരു കുറ്റാരോപിതനായ വ്യക്തിയല്ല, ഒരു കുറ്റവാളിയെ ഈ കുറ്റം ചെയ്തു എന്നുള്ളൊരു കാര്യം, ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് കിട്ടിയിട്ട് സംരക്ഷിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിധി വന്നിട്ടുള്ള ഒരു വൈകിയ വേളയിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആരോപണം പൊതു സമക്ഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ അദ്ദേഹത്തെ ഉൾപ്പെടെ ഈ അന്വേഷണം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് കെ സുധാകരനെതിരെ മാത്രമല്ല, MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെ കൂടി ചേർത്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ എവിടെ നിന്ന് വന്നു, അല്ലെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് വൈകിയത്, അദ്ദേഹം എന്തിനാണ് ഇതുവരെ കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ നിയമ സാധ്യതകളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു വിധിന്യായം ഒരു അധികാരപ്പെട്ട കോടതി പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിധിന്യായം പ്രസ്താവിച്ചതിന് ശേഷം ആ കോടതിക്ക് അതിൽ മറ്റൊന്നും
ചെയ്യാനില്ല. കാരണം ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 362 പ്രകാരം തന്നെ 362 വകുപ്പ് പ്രകാരം അരിത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ക്ലറിക്കൽ എററുകൾ മാത്രമാണ് ഒരു കോടതിക്ക് ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കിയതിനു ശേഷം പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ട്രയൽ എന്ന് പറയുന്നത് റീഓപ്പൺ ചെയ്യാനൊന്നും സാധിക്കില്ല. പക്ഷെ തീർച്ചയായും സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പവറായിട്ടുള്ള ആർട്ടിക്കിൾ 142 ഉപയോഗിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വശം ഇതിന്റെ നിയമപരമായ സാധ്യതകളെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസിൽ കഴമ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഈ കേസ് ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട്, അതായത് ആ കേസ് ഇപ്പോൾ വിധിന്യായമായി കഴിഞ്ഞു, അതുകൊണ്ട് മറ്റൊരു ക്രിമിനൽ കേസായി പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഈ കേസിന് ബലമുണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിന്റെ സോഴ്സ് എന്താണെന്ന് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് കെ സുധാകരനെതിരെ ഒരു അന്വേഷണം നടത്തുവാനുള്ള ആർജവം അല്ലെങ്കിൽ ധൈര്യം നമ്മുടെ കേരളത്തിലെ പോലീസ് മേധാവികൾക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ വശം, മറ്റൊരു തരം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ആരോപണത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ പറ്റി ഒന്നും സംസാരിക്കാതെ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ട് സുധാകരനെതിരെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ കേസിന്റെ സാധ്യതയെ പരിശോധിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ആ കേസിന്റെ ഭാവിയെ കുറിച്ച് നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വക്കേറ്റ് ഇന്ദുകല ജോസഫിലേക്ക് തിരികെ വരാം. ഇപ്പോൾ സേനാപതി വേണു ഉണ്ട്, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ സേനാപതി വേണു, ശ്രീമതി ഇന്ദുകല ജോസഫ് പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ, നിയമവശങ്ങളെല്ലാം താങ്കൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ ഈ സുധാകരനെതിരെ എം വി ഗോവിന്ദൻ പരസ്യമായി തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി എടുത്തുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്താണ് ഈ ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളത്? അല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പ്രാരംഭഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത് മലയാള ഭാഷയിൽ ഇതിനെ വിവക്ഷിക്കാൻ പദമില്ല. ഇത് മ്ലേച്ഛം എന്നൊരു പദം മാത്രമേ ഞങ്ങൾ അതിനെ ഉപയോഗിക്കുന്നുള്ളൂ. അതും എം വി ഗോവിന്ദനെ പോലെ പാർട്ടിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഉന്നയിച്ച ഒരു ആരോപണം, അതിന് നിന്ദ്യവും നീചവും എന്നൊക്കെ പറഞ്ഞാൽ അത് കുറവാണ്. ഇത് മ്ലേച്ഛം എന്നൊരു പദം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ കഴിയൂ. ഇവിടെ ബഹുമാന്യായ അഭിഭാഷക ശ്രീമതി ഇന്ദുലേഖ വിശദമായിട്ട് സൂചിപ്പിച്ചു. ഞാൻ 25 വർഷമായി ക്രിമിനൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്, നിയമവൃത്തങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നു ശ്രീ എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വിശദമായി ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചതാണ്. ഈ കേസിലെ സാക്ഷികളെ എല്ലാം ചോദ്യം ചെയ്തതാണ്. ഈ കേസിൽ ഇവരുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം ക്രിമിനൽ നടപടി നിയമത്തിലെ 164 പ്രകാരമുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഈ ഘട്ടത്തിൽ ഒന്നും കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് അവിടെ എങ്ങും പരാമർശിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പേര് പരാമർശിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പം ഇതുവല്ലുമായിരുന്നു. അങ്ങനെ ഒരു നാമം അവിടെ പരാമർശിക്കപ്പെട്ടുവെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുമായിരുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് എവിടെ എത്തുമായിരുന്നു? അങ്ങനെ ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ഇനി ഒരു വാദഗതിക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഈ രഹസ്യമൊഴി അദ്ദേഹം എങ്ങനെ അറിഞ്ഞു, അതല്ല എങ്കിൽ ഈ ഇരയുടെ മൊഴി ഇദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്നുള്ളത് അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എം വി ഗോവിന്ദനെ പോലെ ഒരാള് വെറുതെ ഒരു എന്താ പറഞ്ഞ ഒരു വാർത്താ സമ്മേളനം അങ്ങ് നടത്തി കെ സുധാകരനോടുള്ള ഒരു വൈരാഗ്യം കൊണ്ട് ഒരു ആരോപണം അങ്ങ് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെയാണ് എങ്കിൽ സി എം വി ഗോവിന്ദനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കേസിലെ പരാതിക്കാരെന്ന് പറഞ്ഞ ഷമീർ ഉൾപ്പെടെ TM ഷമീർ ഉൾപ്പെടെ ഒരു 7 പരാതിക്കാരുണ്ട്. കെ സുധാകരൻ അവിടെ ഉള്ള ദിവസം ഇവരും അവിടെ ഉണ്ടല്ലോ. കാരണം അങ്ങനെയാണല്ലോ സുധാകരൻ പണം വാങ്ങുന്നത് കണ്ടു എന്ന് അജിത്ത് പറയുന്നു. അജിത്ത് ഉണ്ട് അവിടെ. ഈ പറയുന്ന പരാതിക്കാരുണ്ട് ഈ കേസിലെ, അതായത് ക്രൈം 260/2021 എന്ന് പറയുന്ന ഈ എന്താ പറഞ്ഞ ചീറ്റിംഗ് കേസിലെ വാദികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം ഈ സ്ഥലത്തുണ്ട്. അവരൊക്കെ പ്രതികളാകണ്ടേ? ഇനി ആ വീട്ടിലുണ്ടായിരുന്ന ഈ പണം വാങ്ങിച്ചു എന്ന് പറയുന്ന അജിത്ത് ആ കേസിൽ പ്രതികളാകണ്ടേ? അപ്പം ഇവരെ കുറിച്ചൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇരയുടെ മൊഴി അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ കേസിനെ സംബന്ധിച്ച് സമ്പൂർണമായ അന്വേഷണം നടത്തിയിരിക്കുന്നു. ആ അന്വേഷണത്തിൽ ഒരു കോമ്പിറ്റന്റ് ജുഡീഷ്യൽ കോടതി അതിന്റെ വിധിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരന്വേഷണമോ തുടരന്വേഷണമോ ഇതിന്റെ ഒന്നും സാധ്യതയില്ല. പിന്നെ കെ സുധാകരനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി എന്താ പറഞ്ഞ
ഒരു കഥയുമായിട്ട് രംഗത്ത് വന്നിരിക്കുക. ഇത് നമുക്കറിയാം 2019 മുതൽ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നടക്കുന്നത് 2021-ലാണ്. ഈ കേസിന്റെ മുൻഭാഗവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ പരാതിക്കാരുടെ കയ്യിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കെ സുധാകരൻ പണം വാങ്ങിയതായിട്ട് അവർക്ക് ആർക്കും. എന്നാൽ ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. ശ്രീ അജി തോമസിലേക്ക് കൊടുന്ന് പോയതിനു ശേഷം മടങ്ങി വരാം. ശ്രീ അജി തോമസ്, BJPയുടെ ഒരു പ്രതികരണം എന്താണ് ആദ്യഘട്ടത്തിൽ? നമ്മള് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. എം വി ഗോവിന്ദൻ എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ സംസ്ഥാന ഗവൺമെന്റിനെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പാർട്ടിയാണ്, പാർട്ടിയുടെ തലവനാണ് എം വി ഗോവിന്ദൻ. അതുമാത്രമല്ല 2019 ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളാണ് ഈ കേസിന് ആസ്പദമായ ആ കാലയളവ് എന്ന് പറയുന്നത്. ഈ 2019 അന്നും ഇടതുപക്ഷ മുന്നണിയാണ്. അന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ഇന്നും അദ്ദേഹം മന്ത്രിസഭയിലാണ്. അപ്പോൾ ഈ കെ സുധാകരൻ എന്ന് പറയുന്ന ആള് ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രമുഖനായ നേതാവ്, ഇന്ന് KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിനെതിരെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആരോപണം ഉന്നയിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കലിനെതിരെയുള്ള പോക്സോ കേസിന്റെ വിധി വന്നു. വിധി വന്ന ശേഷമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് ഈ ആ പീഡനം നടക്കുന്ന സമയത്ത് കെ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നും ഏറെ സഹായം അഭ്യർത്ഥിച്ചു എന്നും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഭരിക്കുന്നത് LDF, ഇന്ന് ഭരിക്കുന്ന LDF സർക്കാരിന്റെ കാലത്താണ് കേസ് അന്വേഷണം നടക്കുന്നത്. LDF സർക്കാരാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് FIR ഇടുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് വിധി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആരാണ് സുധാകരനെ രക്ഷിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് സത്യമാണെങ്കിൽ കെ സുധാകരനെ രക്ഷിക്കാൻ ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അതാണ് നമുക്ക് അറിയേണ്ടത്. താങ്കൾ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതുണ്ട്. കോൺഗ്രസ് പ്രതിനിധിക്കും ഒപ്പം തന്നെ LDF പ്രതിനിധിക്കും ചർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. LDF പ്രതിനിധി ആയൂർ ബിജുവിലേക്കും അതിനുശേഷം മടങ്ങിയെത്താം. ഒരു ഇടവേള. KV ഡിബേറ്റ് തുടരുകയാണ്. KV ഡിബേറ്റ് തുടരുമ്പോൾ LDFിൻ്റെ പ്രതിനിധി ശ്രീ ആയൂർ ബിജുവിലേക്ക് കൂടി നമുക്ക് പോകാം. ശ്രീ ആയൂർ ബിജു, 3 പാനലിസ്റ്റുകളും പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ. എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെയും അതേപോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ. താങ്കൾക്ക് എന്താണ് ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളത്? മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരന് പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അവിടുത്തെ ആ വിഷയങ്ങളിൽ ഒരു പ്രധാന വ്യക്തിയായിരുന്നു എന്നുള്ളതിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല. അവിടെ അദ്ദേഹം നിത്യസന്ദർശകനായിരുന്നു. 8 തവണ ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. ഞാൻ 12 ദിവസം അവിടെ താമസിച്ച് ഞാൻ കൃത്യമായി ചികിത്സ തേടിയിട്ടുണ്ട്. അത് എണ്ണത്തോണിയിലാണോ, തൊലിപ്പുറത്തെ ചികിത്സയ്ക്കാണോ, കണ്ണിൻ്റെ മൂട്ടിലുള്ള കറുപ്പ് മാറ്റാനാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മറ്റൊരാളുടെ പേര് ഇവിടെ വന്നില്ല? രമേശ് ചെന്നിത്തലയുടെ പേരാരും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ VD സതീശന്റെ പേരാരും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഈ പരാതിക്കാർ തന്നെ പറയുന്നുണ്ട്, ഈ തട്ടിപ്പിൽ, സാമ്പത്തിക തട്ടിപ്പിൽ 2.62 ലക്ഷം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കണം. അതിൽ 10 ലക്ഷം രൂപ കൊടുത്തു, ഞാൻ കണ്ടു എന്ന് ദൃസാക്ഷി അവിടെയുണ്ട്. അത് സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു ഭാഗം. ഇനി ഇദ്ദേഹം 8 തവണ അവിടെ പോയിട്ടുള്ളപ്പോഴും അദ്ദേഹം 12 ദിവസം അവിടെ താമസിച്ചതിന് ഇടയിലും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ദിവസത്തിൽ ഒരു ദിവസമായിരുന്നു അവിടെ ഇദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കഥകൾ. ഇനി ബഹുമാനിയായ അഡ്വക്കേറ്റ് ഇന്ദുലേഖ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ഇത് പറയുവാൻ കാലതാമസം ഉണ്ടായെന്ന്. പാർട്ടി സെക്രട്ടറിയുടെ മനസ്സിലേക്ക്, അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ഈ വിഷയം വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞ ആളിന്റെ പേരിൽ നടപടിയെടുക്കുമെന്നാണ് ബഹുമാനായ വക്കീൽ പറഞ്ഞത്. വക്കീൽ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റും. അതായത് ഒരു കുറ്റകൃത്യം ഇന്നാള് ചെയ്തത് ഞാൻ ബോധ്യപ്പെട്ടു, എനിക്ക് ഇന്നാണ് ബോധ്യപ്പെട്ടത്, എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് അറിവുള്ള മേഖലയിൽ നിന്ന്
എന്നോട് അറിവുള്ള ആൾക്കാർ പറഞ്ഞു തന്നത് എനിക്ക് ഇന്നലെ ബോധ്യം വന്നു. ഞാൻ ഇന്നത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അതുകൊണ്ട് കാലതാമസം അത് പത്രസമ്മേളനം നടത്തി പറയല്ല, ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഇന്നുണ്ട്. അല്ല, ദേശാഭിമാനി എന്താ? ദേശാഭിമാനിയോ മലയാള മനോരമയോ മാതൃഭൂമിയല്ല. ഇവിടെ എത്രയോ അച്ചടി മാധ്യമങ്ങളുണ്ട്. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വന്ന വാർത്തയാണ് ഈ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വന്ന വാർത്ത. ഞാനൊന്ന് വായിച്ചോട്ടെ. അതായത് അപ്പോൾ വീട്ടിലും കെ സുധാകരനും. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വാർത്ത ഇതാണ്: പോക്സോ കേസ് മോൺസന് ആജീവനാന്തം അകത്ത് എന്നുള്ള തലക്കെട്ടോടുകൂടെ ഈ വാർത്ത ദേശാഭിമാനി ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു. ഒപ്പം തന്നെ തൊട്ടു താഴെയിൽ അപ്പോൾ വീട്ടിൽ കെ സുധാകരൻ എന്ന് ചെറിയൊരു ബോക്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൺസൺ പീഡിപ്പിച്ച സമയം KPCC പ്രസിഡന്റ് കെ സുധാകരൻ വീട്ടിൽ ഉണ്ടായിരുന്നതായി പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. വിവരമറിഞ്ഞിട്ടും സഹായിച്ചില്ലെന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. മോൺസൺ 1-ാം പ്രതിയായ വഞ്ചന കേസിൽ 2-ാം പ്രതിയായ കെ സുധാകരനെ പോക്സോ കേസിലും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനമെന്നാണ് ദേശാഭിമാനി 1-ാം പേജിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദേശാഭിമാനി വാർത്ത ഉദ്ധരിച്ചുകൊണ്ടല്ലേ ഇന്ന് MV ഗോവിന്ദൻ ഈ പത്രസമ്മേളനം? ദേശാഭിമാനി എന്താ പത്രമല്ലേ? മലയാള മനോരമ പോലെ, മാതൃഭൂമി പോലെ, ജനയുഗം പോലെ, മറ്റു മാധ്യമങ്ങൾ പോലെ ഒരു അച്ചടി മാധ്യമം തന്നെയാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള തെളിവുകൾ വെച്ചാണ് അവർ ആ രേഖ അല്ലെങ്കിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് തെറ്റാവും? അതുകൊണ്ട് തന്നെ ആ രേഖ വെച്ചാണെങ്കിൽ ഇന്നാണല്ലോ ഈ ദേശാഭിമാനി എന്ന പത്രത്തിൽ വന്നത്. അതിന്റെ വെളിച്ചത്തിൽ ബഹുമാനായ പാർട്ടി സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ എങ്ങനെ ബഹുമാനിയായ ചന്ദ്രലേഖ വക്കീലെ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കും? താങ്കളാണിത് പറയുന്നതെങ്കിൽ താങ്കളുടെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ? കുറ്റം ചെയ്ത ഒരാള് താങ്കൾ കുറ്റം ചെയ്തു എന്ന് ഞാൻ 6 മാസം കഴിഞ്ഞ് പറഞ്ഞാൽ നിയമത്തിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാലതാമസം ഒരു കേസ് കൊടുക്കാൻ തെറ്റാണെന്ന്? അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നിയമപുസ്തകത്തിൽ എഴുതി വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി ബഹുമാനനായ ഈ 2 പേരും ചോദിച്ചിനകത്ത് അതായത് കോൺഗ്രസിന്റെ വക്താവും സൂചിപ്പിച്ച ഒരു കാര്യം ചോദിച്ചു: ഈ അതിജീവിതയുടെ രഹസ്യമൊഴി 164 എങ്ങനെ ഇവരുടെ കൈകളിൽ വന്നു? ഞാൻ ബഹുമാനായ സേനാപതി വേണുചേട്ടനോട് എല്ലാ ബഹുമാനവും നിലനിർത്തി ചോദിക്കട്ടെ, സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി 164 നിങ്ങൾ എത്രയോ നാളുകൾ കൊണ്ടുനടന്നു. നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി കുടുംബത്തിനെതിരെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ 164 പ്രകാരം കൊടുത്ത തെളിവ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നു എന്ന് നിങ്ങൾ എത്രയോ നാൾ കൊണ്ടുനടന്നു. അല്ല, ഒരു മിനിറ്റ്, ഒരു നിമിഷം പറഞ്ഞോട്ടെ, അദ്ദേഹം പൂർത്തീകരിച്ച് ഞാൻ അങ്ങിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. അല്ലല്ല, വാർത്താ സമ്മേളനത്തിൽ നടത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ എത്രയോ ചർച്ചകളിൽ, പക്ഷെ താങ്കളുമായിട്ടുണ്ടായിരിക്കില്ല, എത്രയോ ചർച്ചകളിൽ 164 കേസാണ്. അല്ല, 2 കേസായിരിക്കും. കേസ് ഏതോ ആകട്ടെ, കേസിന്റെ മെറിറ്റ് അല്ല. ഇത് ഒരു അതിജീവിത നമുക്കറിയാം, ഇത് പോക്സോ കേസാണ്. അതായത് അതിജീവിത പറഞ്ഞിരിക്കുന്ന രഹസ്യമൊഴിയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അല്ല അജി, ഞാൻ പറഞ്ഞത് 164 ആധികാരികതയാണ്. 164 പ്രകാരം എങ്ങനെ കിട്ടി എന്നുള്ളതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അജി കുഞ്ഞുമോനെതിരെ ആരും ഒരു കേസ് പറഞ്ഞിട്ടില്ല, സേനാപതി വേണുചേട്ടനെതിരെയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ സേനാപതി വേണു എന്ന ആളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ നേതാവ് തന്നെയാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ നാളെ KPCC പ്രസിഡന്റ് ആകാൻ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ പറയുന്ന വ്യക്തി അവിടെ പോയി തമ്പടിച്ച് അവിടെ കിടന്ന് അവിടുത്തെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് അവിടുന്ന് പോയൊരു വ്യക്തിയാണ്, സമ്പത്ത് ഉൾപ്പെടെ ഉണ്ടാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് വന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് പറഞ്ഞാൽ പോരെ? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി ബഹുമാനായ അജി തോമസ് ബഹുമാനായ സേനാപതി ചേട്ടൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഷമീർ, അജിത്ത് തുടങ്ങി പലരുടെയും പേരുകൾ അവിടെ വേണ്ടെന്ന്. ഒരു പൊതുസമൂഹത്തിൽ വെച്ചല്ലല്ലോ ഈ പീഡനം നടക്കുന്നത്. അപ്പോൾ എന്താണ്? അവിടെ ഉള്ള ഡ്രൈവർമാരെ വീട്ടിൽ പറഞ്ഞു വിടും. അവിടെ മറ്റു തൊഴിലാളികളുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ, ഇന്ന് നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാൽ അവധിയാന്ന് പറയും. എനിക്കിനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സുധാകരനോട് ഇരിക്കാൻ പറയും, സുധാകരനോട് മാത്രം ഇരിക്കാൻ പറയും, അല്ലേ? അതെ, അതിൽ സുധാകരൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പറയാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുവാൻ. മോൻസൺ മാവുങ്കലിനോടൊപ്പം എന്നെ ഇദ്ദേഹം പീഡിപ്പിച്ചു എന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പരാതിക്കാരനായ 2 പേരും അവിടെ ഉണ്ടായിരുന്നല്ലോ, ഷമീറും അജിത്തും ഈ പരാതിക്കാരനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവർക്കെതിരെയും കേസ് എടുക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരാതിക്കാരനായ ഷമീർ, അതാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ പറട്ടെ, മോൺസൺ അങ്ങനെ ഒരു പീഡനം നടത്തുമ്പോൾ ചോദിച്ചതിനൊരു ഈ പറയുന്ന മറുപടി എല്ലാവരും ഒന്നും എനിക്ക് വിളിച്ചുകൊണ്ട് പറയാനുണ്ട്. പൊതുസ്ഥലത്ത് വെച്ചല്ലോ ചെയ്യുന്നത്. ഞാൻ വരാം. ആയുർ ബിജു, ഞാൻ വരാം. അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ്. അതായത് ഇവിടെ ഇപ്പൊ ഈ പറയുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇതിലെ കുറ്റാരോപിതനായ വ്യക്തിയെ സംരക്ഷിച്ചു എന്നതിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു സംശയം അദ്ദേഹം ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ഇത് എപ്പോഴാണ് അറിഞ്ഞത്? ഇപ്പൊ അറിഞ്ഞതാണ്, ഇന്നലെ അറിഞ്ഞതാണ്, ഇങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പാർട്ടി സെക്രട്ടറിയെ പോലീസ് ചോദ്യം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം എപ്പോഴാണ് അറിഞ്ഞത്? നേരത്തെയാണോ അറിഞ്ഞത്? അത് ഇപ്പോഴാണോ അറിഞ്ഞത്? നേരത്തെയാണ് അറിഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുവരെ അദ്ദേഹം പറയാതിരുന്നത്? ഇതൊക്കെ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കേണ്ട, വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വക്കീലെ കേക്കൂ, വക്കീലെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു മാധ്യമത്തിൽ ഇപ്പൊ തന്നെ അവതാരകൻ തന്നെ പറഞ്ഞു, ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇന്നലെ എന്നാണല്ലോ പ്രസിദ്ധീകരിച്ചത്. ഒരു നിമിഷം, അജി തോമസിന് ഒന്ന് ഇടപെടുകയാണ്. അജി തോമസിന് ദേശാഭിമാനി എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു പാർട്ടിയുടെ പത്രമാണ് ദേശാഭിമാനി. സീരിയസ് ആയ അലിഗേഷൻ പെൺകുട്ടി അങ്ങനെ അന്വേഷണ സംഘത്തിന് മൊഴി പറഞ്ഞു എന്നാണ് CPM പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതി ചേർത്തില്ല? ആരാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ഇടതുപക്ഷമാണല്ലോ അല്ലല്ല, ആ ചോദ്യം തെറ്റാണ് അജി. ഞാൻ പറയട്ടെ, ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ സമയത്ത് മോൺസന്റെ പേരിൽ മാത്രം മോൺസൺ പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്, ഈ പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത്. കേസ് അതാണ്, അതിന്റെ പേരിലാണ് നടപടിയെടുത്തത്, അതിന്റെ വിധിയാണ് ഇന്നലെ വന്നത്. ഒപ്പം തന്നെ ഈ കുട്ടി 160 പ്രകാരം പറയുന്നു, എന്താണ്, എന്റെ ഈ വിഷയം അറിഞ്ഞിട്ടും ഞാൻ അഭ്യർത്ഥിച്ചിട്ടും എന്നെ ഈ പറയുന്ന സുധാകരൻ, അന്ന് KPCC പ്രസിഡന്റ് അല്ല, സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി സഹായിച്ചില്ല. ഇത് അറിഞ്ഞിട്ട് അദ്ദേഹം പോലീസിനോട് ഇത് പറഞ്ഞില്ല എന്ന്. രണ്ടാം ഘട്ടം നാളുകളിലേക്ക് വരുന്നു, അതിന്റെ നാഴികക്കല്ലുകൾ പിന്നിട്ട് വരുന്നേ ഉള്ളൂ. നാളുകളിൽ ഇദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിളിച്ചിട്ടുണ്ട് തെളിവെടുപ്പിന്. ഒന്ന് പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ 164 പ്രകാരമുള്ള മൊഴിയും ചോദ്യം ചെയ്യപ്പെടലും ഉണ്ടാകും. അതിൽ യാതൊരു തർക്കവുമില്ല. ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പരിമിതമായ അറിവ് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന് ആ സമയത്ത്, അദ്ദേഹം വീട്ടിലുള്ള സമയത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സുധാകരൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൗനവും അദ്ദേഹത്തിന്റെ ആ തടസ്സം നിൽക്കായിക അദ്ദേഹത്തിന് കൂടെ അതിനകത്ത് പ്രതിയാക്കും. എന്തുകൊണ്ട് പോലീസ് അത് ചെയ്തില്ല? അദ്ദേഹം ഇതിനകത്ത് പ്രതിയായിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തെ ബോധപൂർവമായി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉന്നതമായിട്ട് ഇടപെടലുണ്ട്, വലിയ ഇടപെടലുണ്ടായി എന്നല്ലേ പാർട്ടി സെക്രട്ടറി പറഞ്ഞു വരുന്നു. അങ്ങനെയല്ല. ഈ 164 കൊടുക്കുന്നതിന് മുന്നെയാണ് ഈ ഇദ്ദേഹത്തിന് മോൺസനുമായി ബന്ധപ്പെട്ടുള്ള കേസ് വരുന്നത്. മോൺസനെതിരെ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ഈ ഒരു പ്രതിയേ ഉള്ളൂ. അതാണ് ആ രീതിയിൽ ആ കേസ് എടുത്തത്. അതിന് നടപടി പോക്സോ കേസില് മോൺസൺ മാത്രമേ ഉള്ളൂ പ്രതി. ഇനി വീണ്ടും വരുന്ന കേസിലേക്കാണ് നമ്മൾ, അത് നാൾ വഴിയിലേക്കാണ് പോകുന്നത്. 2 വക്കീലന്മാർ ഇരിപ്പുണ്ടല്ലോ ഈ പാനല്. ഇവർ രണ്ടുപേരും പറ്റേ കാലതാമസം ഉണ്ടായാലോ കാലതാമസം കഴിഞ്ഞാലോ ഇത്തരത്തിലൊരു കേസ് വന്നാൽ എന്തുകൊണ്ട് പോലീസിന് നടപടി എടുത്തുകൂടാ? ആ പോലീസ് നടപടി എടുക്കാൻ പോകുന്നു. ഇന്ന് അത് തന്നെയാണ് ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് മോൺസന്റെ അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് പോലീസ് FIR ഇല്ലെന്ന് മോൺസന്റെ അഭിഭാഷകൻ പറഞ്ഞു. അതിജീവിതം നൽകിയ രഹസ്യമൊഴിയിലും ഇക്കാര്യമില്ല. പ്രോസിക്യൂഷൻ സാക്ഷികളും ആരും സുധാകരന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അല്ല, ആരാണ് പറഞ്ഞത്? അഭിഭാഷകനാണ് പറഞ്ഞത്. മോൺസന്റെ അഭിഭാഷകനാണ് പറഞ്ഞത്. ആരുടെ അഭിഭാഷകൻ? മോൺസന്റെ അഭിഭാഷകൻ. അതെ, മോൺസൺ പൈസ കൊടുത്ത് മോൺസൺ വച്ചിരിക്കുന്ന മോൺസന്റെ വക്കീല് അദ്ദേഹമാണല്ലോ പറഞ്ഞത്, അല്ലാതെ ഒരു മറ്റൊരാളല്ലല്ലോ. മോൺസന്റെ പൈസ വാങ്ങിച്ച് അദ്ദേഹത്തിന് പ്രോസിക്യൂഷൻ എന്തായാലും ഈ സാക്ഷികളെ വിസ്തരിക്കുമല്ലോ. പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ ഈ കേസ് വരുന്നില്ല. പോലീസ് എടുത്തിരിക്കുന്നത് മോൺസനെതിരെയുള്ള കേസാണ്. നാളുകളിൽ കേസെടുക്കാൻ പോകുന്നു. നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. അല്ല, പ്രോസിക്യൂഷൻ സാക്ഷികൾ ആരും അതായത് പ്രോസിക്യൂഷൻ സാക്ഷികൾ ആരും സുധാകരന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അഭിഭാഷകൻ പറയുന്നേ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഈ അഭിഭാഷകൻ പറഞ്ഞത് നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കേസ് ഞങ്ങളുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യവും നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ടേ? ഇവിടെ വക്കീൽ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി നിൽക്കുന്നു. ഇവിടെ ചന്ദ്രലേഖ ആയാലും സേനാപതി വേണുചേട്ടനായാലും
ഞാൻ പൈസ കൊടുത്താൽ എന്റെ കൂടെ നിൽക്കും, അജി കുഞ്ഞുമോൻ കൊടുത്താൽ അജി കുഞ്ഞുമോന്റെ കൂടെ നിൽക്കും. ഞാൻ അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫിലേക്ക് കൊണ്ടു പോവുകയാണ്. ഒപ്പം തന്നെ സേനാപതി വേണുവിനൊപ്പം പോവുകയാണ്. അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫ്, ആയൂർ ബിജു LDFന്റെ പ്രതിനിധി പറയുന്നതിനോട് താങ്കൾ യോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ടോ? അതായത് പ്രോസിക്യൂഷൻ സാക്ഷികൾ ആരും സുധാകരന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് അഭിഭാഷകർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആയൂർ ബിജു പറയുന്നത് അത് മോൺസന്റെ അഭിഭാഷകനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പത്രങ്ങളിൽ നിന്ന് വായിച്ച് എനിക്ക് മനസ്സിലായത് ക്രൈംബ്രാഞ്ച് പോലും ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തിയതായി പറയുന്നില്ല. അത് ക്രൈംബ്രാഞ്ച് ഡിനൈ ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പത്രമാധ്യമങ്ങളിൽ നിന്നും. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ പോലെ മോൺസന്റെ അഭിഭാഷകൻ പറയുന്നതിന്റെ ബേസിസിലല്ല. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് വസ്തുതയാണ്. അങ്ങനെ ഒരു മൊഴി ഇത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കേസിലെ ജഡ്ജ്മെന്റിൽ അങ്ങനെ ഒരു പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ സാധിക്കില്ല, അങ്ങനെ ഒരു മൊഴിയുടെ ആബ്സെൻസിൽ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു കേസിൽ ഈ ഒരു ആരോപണത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഏതൊരു സ്റ്റേജിലും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അതിന്റെ സോഴ്സിനെ കുറിച്ചും അതെങ്ങനെ ഏതൊക്കെ വഴിയിലൂടെയാണ് ഇങ്ങനൊരു ആരോപണത്തിൽ എത്തിച്ചേരുന്നത് എന്ന് കോടതി അത്തരം സാഹചര്യങ്ങളിൽ അന്വേഷിക്കും. കാരണം ഒരു വിധി പ്രസ്താവിച്ചതിന് ശേഷമാണ് ഇത്തരം ഗൗരവമായ ഒരു കുറ്റകൃത്യത്തിൽ ഒരു കൂട്ടുപ്രതി കൂടി ഉണ്ട് എന്നൊരു ആരോപണം വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കോടതിയുടെ എൻറ്റയർ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്നതുകൊണ്ട് തന്നെ വളരെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടോ എന്ന് വളരെ ശക്തമായി തന്നെ പരിശോധിച്ച് അതിന്റെ രേഖകൾ പരിശോധിച്ച് തെളിവുകൾ പരിശോധിച്ച് സാക്ഷിമൊഴികൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു പുതിയതായ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ സോഴ്സിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അല്ലാതെ പോവുകയാണെങ്കിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് എന്ന നിലയിൽ കോടതി ഇത് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സേനാപതി വേണു, ആയൂർ ബിജു ഒപ്പം തന്നെ അജി തോമസും പറഞ്ഞു കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമല്ലോ. എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? അല്ല, ആയൂർ ബിജു ഇവിടെ വന്നിരുന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടല്ലേ? അതിനകത്ത് എന്തെങ്കിലും സാങ്കത്യമുള്ളതാണോ? ആയൂർ ബിജു പറയുന്നത് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു, കെ സുധാകരനോട് സഹായം ആവശ്യപ്പെട്ടിട്ട് സഹായം ചെയ്തു കൊടുത്തില്ല. എന്റെ ആയൂർ ബിജു ഇങ്ങനെയുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഇത് കേരളത്തിലെ പൊതുസമൂഹം കേൾക്കുന്നതല്ലേ? താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം 12 ദിവസം അവിടെ എണ്ണത്തോണിയിൽ, ഒരുപക്ഷെ താങ്കളുടെ ഇടുക്കിയിൽ നിന്നുള്ള നേതാവ് ഈ മോൻസന്റെ കൂടെ പോയി ഉള്ള ആള് അദ്ദേഹം ആയിരിക്കാം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വന്ന് പറയുമ്പോൾ അതൊരു ഔചിത്യത്തോടു കൂടി സംസാരിക്കണം. അതല്ലാതെ ഇനി അവിടെ എന്താ പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് പണം വാങ്ങിച്ചു എന്ന് പറയുന്ന ദിവസം അവിടെ അജിത്ത് എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ട്, പരാതിക്കാരൻ ഷമീർ ഉണ്ട്. ഇവരെയൊക്കെ അപ്പൊ നിങ്ങൾ പറയുന്ന അവരോടൊക്കെ വീട്ടിൽ പോകാൻ പറഞ്ഞു, പിന്നെ കെ സുധാകരനോട് മാത്രം നിൽക്കാൻ പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഔചിത്യപരമായ ഒരു കാര്യങ്ങൾ, ഒന്നുകിൽ വസ്തുതകൾ പഠിക്കുക, അതല്ല എങ്കിൽ എനിക്കറിയില്ല എന്നുള്ള കാര്യങ്ങൾ പറ. ഇനി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിക്കൂ അപ്പോൾ പറയുമെന്ന. ഏത് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കും. ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേസാണ്. ആ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുവോ? അത് ഹൈക്കോടതിയിൽ കേസ് പെൻഡിങ് നിൽക്കുന്നു. ഇനി ഹൈക്കോടതി പറഞ്ഞു പോകണമെങ്കിൽ അത് പോകും. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇവിടെ ഒരു വസ്തുത നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ കേസിൽ മോൻസൻ മാവുങ്കൻ ഒഴിച്ച് ഒരാൾക്കെതിരെയും ഒരു മൊഴിയും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ ഗോവിന്ദനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ ഈ കാര്യത്തിൽ കോടതികളിൽ മാപ്പ് പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അങ്ങനെ ഗോവിന്ദൻ എന്തെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തി ആർക്കെതിരെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു നാടാണോ നമ്മുടേത്? അതിനൊക്കെ നിയമപരമായ പ്രതിവിധികളുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഗോവിന്ദന് നോട്ടീസ് ചെയ്യലും ഗോവിന്ദന് സമാധാനം പറയേണ്ടതായിട്ടും വരും. അതല്ലാതെ അങ്ങനെയാണെങ്കിലേ ഈ ദേശാഭിമാനിക്കെതിരെ ഒരു നോട്ടീസ് അയക്കണ്ടേ? ഈ ദേശാഭിമാനിക്കെതിരെ ഒരു നോട്ടീസ് അയക്കണ്ടേ ശ്രീ സേനാപതി? തീർച്ചയായിട്ടും. അല്ല, ദേശാഭിമാനി പത്രം അതിൽ ഏതൊരു ലേഖകൻ അവന്റെ ഭാവനയ്ക്കനുസരിച്ച് കെ സുധാകരനോടുള്ള വൈരാഗ്യം എന്താ? കെ സുധാകരനോട് ഇവർക്കുള്ള വൈരാഗ്യം, ഇവർക്ക് വൈരാഗ്യമുണ്ട്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇവർ കെ സുധാകരനെ വേട്ടയാടുന്നു. ഇവരാണ് കെ സുധാകരനെതിരെ നാൽപ്പാടി വാസു വധക്കേസിൽ കെ സുധാകരൻ പ്രതിയാണെന്ന് പറഞ്ഞ് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തെ ശിക്ഷിച്ചോ?
നിങ്ങൾ EP ജയരാജൻ ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി സമ്മേളനം കഴിഞ്ഞ് വന്നപ്പോ ശ്രീകാകുളത്തിനും വാറങ്കലിനും ഇടയ്ക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിയേറ്റ കേസിൽ വിക്രംചാലി ശശിയാണ് അതിനകത്തെ പ്രതി. അന്ന് പറഞ്ഞു സുധാകരൻ തോക്കും കൊടുത്തു വിട്ടുവെന്ന്. നിങ്ങളുടെ ഗവൺമെന്റ് അതിനുശേഷം എത്രയോ പ്രാവശ്യം അന്വേഷണം നടത്തി, എന്റെ കെ സുധാകരനെതിരെ കേസെടുക്കാത്തത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ 50 കൊല്ലക്കാലം CPM-നെതിരെ വലിയ പോരാട്ടം കേരളത്തിൽ നടത്തുന്നു കെ സുധാകരൻ. CPM-ന്റെ കണ്ണിലെ കരടാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ CPM നടത്തുന്നു. ആ ശ്രമങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എന്തിനാ ഈ കേസുകളൊക്കെ വന്നിരിക്കുന്നത്? ആയൂർ ബിജു കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖം വല്ലാതെ വികൃതമായിരിക്കുന്നു. ആ വികൃതമായത് അത് K-ഫോൺ ആണെങ്കിലും കേരളയിലാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ AI ക്യാമറ ആരോപണം, ഈ ആരോപണങ്ങളുടെ എല്ലാം മുൾമുനയിൽ അത് മാത്രമാണോ? SFIയുടെ കുട്ടി സഹാക്കന്മാർ ഇവിടെ സമാന്തര യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ മുഖം ഇതുപോലെ വികൃതമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്നാ പിന്നെ പ്രതിപക്ഷത്തെയും ആക്ഷേപിച്ചേക്കാം. അത് VD സതീശനെതിരെ ഒരു കേസ്. എന്താണ്? VD സതീശൻ വിദേശത്ത് പോയി പണം സമ്പാദിച്ചുവെന്ന്. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുനർജനിയിലെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. കക്ഷികൾക്ക് നേരിട്ട് പോയിരിക്കുന്നു. അവർക്ക് വീട് പണിത് കൊടുത്തിരിക്കുന്നു. അവർക്ക് പരാതിയില്ല. കൊടുത്തവന് പരാതിയില്ല, കിട്ടിയവന് പരാതിയില്ല. പിന്നെ കണ്ടു നിൽക്കുന്നവർക്കാണോ പരാതി? ഇവിടെ കെ സുധാകരനെതിരെ എടുത്തിരിക്കുന്ന കേസ്, ഞാൻ ബിജുവിനോട് പറയുന്നത്, എന്റെ ബിജു 2.62 ലക്ഷം കോടിയുടെ ഒരു എന്താ പറഞ്ഞ ആ പണം വിട്ടുകിട്ടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ പാർലമെന്റിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അതിന് സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ വെറും 10 ലക്ഷത്തിൽ ഒതുക്കല്ലേ? കെ സുധാകരനെ പോലെ ഒരാള് 3 വട്ടം MLA, 2 വട്ടം MP, 1 വട്ടം കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി, ആ മനുഷ്യനൊക്കെ പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ 10 ലക്ഷം വല്ലതും വേണോ? ആ കാലഘട്ടത്തിലെ വനം വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലാണ് മതികെട്ടാനിലെ അന്നത്തെ കുടിയിറക്കുന്നല്ല കയ്യേറ്റക്കാരനെ ഇറക്കി വിടുന്നത്. ആ സമയത്തൊക്കെ കെ സുധാകരൻ ഒരു അഴിമതി നടത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന 10 ലക്ഷമല്ല, 100 കോടിയോ 150 കോടിയോ കിട്ടും. അപ്പൊ ഒരു പൊതുപ്രവർത്തകനെ വെറുതെ നിങ്ങൾ അങ്ങ് ആക്ഷേപിക്കുക 10 ലക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. കെ സുധാകരൻ പണം വാങ്ങിയെന്ന് ഏതെങ്കിലും ഒരു പരാതിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? കെ സുധാകരൻ അല്ല, കണ്ടെന്ന മോൺസന്റെ ഡ്രൈവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പോ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം താങ്കൾ കണ്ടില്ല. ഞാനിപ്പോ വെറുതെ ഒരു വാദത്തിന് ഒരു ആരോപണം പറയാ. എന്റെ കയ്യിൽ നിന്ന് ആയൂർ ബിജു 10 ലക്ഷം രൂപ മേടിച്ചു. എവിടെ വന്നാ? നമ്മളൊരു ഫ്ലോറിൽ ചർച്ചയ്ക്ക്, ഇപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റാ, നമ്മളൊരു ഫ്ലോറിൽ ചർച്ചയ്ക്ക് ഒറ്റയ്ക്ക് വന്നു, നമ്മൾ ഒന്നിച്ചു വന്നു. 10 ലക്ഷം രൂപ ആയൂർ ബിജു എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആരാ സാക്ഷി? എന്റെ ഡ്രൈവർ സാക്ഷി. അങ്ങനെ പറഞ്ഞാൽ 10 ലക്ഷം രൂപ മേടിച്ചതിന് സ്ഥിരീകരണമാകുമോ? ആർക്ക് നേരെ ഉന്നയിക്കാവുന്ന ആരോപണങ്ങൾ ഇതൊക്കെ KPCC അധ്യക്ഷനെതിരെ. ഇനി നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിന്റെ DGP നിത്യ സന്ദർശകനായിരുന്നല്ലോ ഈ മോൻസൺ മാവുങ്കന്റെ വീട്ടില്. ഈ മോൻസൺ മാവുങ്കൻ അവിടെ സേനാപതി വേണു, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ആയൂർ ബിജുവിനും കൂടെ ഒരു അവസരം കൊടുത്തിട്ട് ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ആയൂർ ബിജു, അതിനുള്ള ഒരു മറുപടിയും കൂടെ താങ്കൾക്ക് നൽകാം. ബഹുമാനായ സേനാപതി വേണു എന്ന് പറയുന്ന 25 വർഷക്കാലം സേവനമനുഷ്ഠിച്ച വക്കീൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു നിയമലംഘനവും നിലനിൽക്കില്ല, ഒരു കേസും പിടിക്കപ്പെടുകയില്ല. ദൃസാക്ഷിയെ അംഗീകരിക്കുന്നില്ല, സാക്ഷിയെ അംഗീകരിക്കുന്നില്ല, തെളിവുകളെ അംഗീകരിക്കുന്നില്ല. സാറേ, ഇത് ഈ സമയത്തൊക്കെ ഈ പൈസ വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ 10 ലക്ഷം രൂപ പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ വില കുറയ്ക്കുന്നില്ല. 25 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് മോൻസൺ ഈ പറയുന്ന അജിത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതിൽ 10 കൊടുക്കുന്ന ഒരു ഗഡു എടുക്കായിട്ടാണല്ലോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ സേനാപതി വേണിച്ചേട്ടാ, ഇദ്ദേഹം അവിടെ എത്രയോ ദിവസങ്ങൾ താമസിച്ചു, എന്തിനു വേണ്ടി? അതാണ് ചോദ്യം. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. 12 ദിവസക്കാലം മോൺസൺ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന്റെ കൂടെ, ഞാൻ നേരത്തെ എണ്ണത്തോണി എന്ന് പറഞ്ഞത് ചെറിയൊരു പക്ഷേ ഞാനങ്ങ് ഉപേക്ഷിക്കാം. എണ്ണത്തോണിയിൽ ആറാടനാണ് പോയതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പോട്ടെ, അത് കളഞ്ഞു. പക്ഷെ ഈ 12 ദിവസം അവിടെ താമസിച്ചു എന്ന് പറയുന്നത് അദ്ദേഹമാണ്, വേറെ ആരുമില്ല. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ലൊക്കേഷൻ, ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു അജി ജേക്കബ് ഉണ്ട്, അദ്ദേഹത്തിന്റെ മൊബൈൽ ലൊക്കേഷൻ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തേക്കുന്നതിന്റെ തെളിവുകൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ഈ അവരുടെ പ്രേക്ഷകരെ, കേരള വിഷന്റെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കരുത്. ഞാൻ പറഞ്ഞതിനകത്ത് കൃത്യമായ തെളിവുകളുണ്ട്, കൃത്യമായ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് പറയുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ മൊബൈൽ ലൊക്കേഷൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളെ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഇദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ? അദ്ദേഹം താമസിച്ചിട്ടുണ്ടോ? 12 രാവും പകലും
താങ്കൾക്ക് നിഷേധിക്കാൻ സാധ്യമാകുമോ? സുധാകരൻ നിഷേധിച്ചിട്ടില്ലെന്നേ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 12 ദിവസം എൻ്റെ തൊലിപ്പുറത്തെ ചികിത്സ. ഞാൻ തിരിച്ചു വരാം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജി തോമസിനും കൂടെ അവസരം കൊടുക്കണം. ശ്രീ അജി തോമസ്, ഈ ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവന, ആ പ്രസ്താവനയുടെ രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോഴും ആ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റും പ്രതിപക്ഷത്തെ ചില ഉന്നതരുമായിട്ടുള്ള അഭേദ്യമായ രഹസ്യ ബന്ധങ്ങൾ, പരസ്പരമായിട്ടുള്ള രഹസ്യ ബന്ധങ്ങൾ, അതിനെയാണ് ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചിട്ടുള്ളത്. ശരിയാണ്. ആ ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ഒരു ബൈറ്റും കൂടെ നമുക്കൊന്ന് കേൾക്കാം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് പലപ്പോഴും വ്യതിചലിക്കുന്നു. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദന്റെ ആ പ്രസംഗം, ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. പോക്സോ വിധിയുടെ ഭാഗമായിട്ടാണ്. ആ പോക്സോ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു, പാർട്ടിയിൽ കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ്. സുധാകരൻ അവിടെ ഉള്ളപ്പോഴാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നൊരു അവസ്ഥ കുട്ടി ആ കേസാണ് ശിക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും കേസിന്റെ 2ാം പ്രതിയായിട്ടുള്ള സുധാകരൻ വേറെ എന്തൊക്കെ വിശദീകരണം നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കാണാൻ കഴിയും. ശ്രീ അജി തോമസ്, ഇതിനകത്ത് അങ്ങനെ അത്രയും കൃത്യവിലോപം നടന്നു എന്ന് ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ട്. ഇത് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം വിധി വന്നു. ആ വിധിയിൽ പ്രതി ചേർക്കേണ്ടവർ പൂർണ്ണമായും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. മോൺസൺ മാവുങ്കലിലേക്ക് അത് ഒതുക്കി എന്നാണ് ഗോവിന്ദ മാസ്റ്ററുടെ ആ വാർത്താ സമ്മേളനത്തിലെ ഉള്ളടക്കം. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ നമുക്കറിയാം, നമ്മൾ പുറത്തു നോക്കുമ്പോൾ സുധാകരനും പിണറായി വിജയനും ഒക്കെ കീരിയും പാമ്പു. ഉള്ളിൽ അവരങ്ങനല്ല. പിണറായി വിജയന്റെ വളരെ വേണ്ടപ്പെട്ട ഹൃദയസ്പർശിയായ സുഹൃത്താണ് സുധാകരൻ എന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ ഇവിടെ. അല്ല, അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ പ്രസംഗം കൂടെ നമുക്കൊന്ന് കേൾക്കേണ്ടി വരും. സുധാകരന്റെ പ്രസംഗം കൂടെ ഞാൻ ഇപ്പൊ തന്നെ കേൾപ്പിച്ചു തരാം. സുധാകരൻ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? അതും കൂടെ കേൾക്കാം. ഗോവിന്ദ മാഷിൻ്റെ അടുത്തുള്ളത് പോലെയാണ് ഗോവിന്ദ മാഷ് വർത്താനം പറഞ്ഞത്. ഇതിൻ്റെ പിറകിൽ CPM ആണ്, CPMൻ്റെ സ്വാധീനമാണ്, CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാരുമായി ഈ പറയുന്ന ചെറുപ്പക്കാർ നല്ല അഭേദ്യമായ ബന്ധമാണ്. ഒരു തെളിവും ഇതിൻ്റെ അകത്ത് എനിക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. മനസ്സാ വാച കർമ്മണ ഈ സംഭവത്തിൽ എനിക്ക് പങ്കില്ല. സാമ്പത്തികമായോ അല്ലാതെയോ സാന്നിധ്യം കൊണ്ടോ ഒരു പങ്കാളിത്തവും ഈ പ്രശ്നത്തിലില്ല. ഗോവിന്ദൻ മാഷ് അപമാനിച്ചതിന് ഞാൻ അദ്ദേഹത്തിനെതിരെ പറ്റാവുന്ന രീതിയിലുള്ള നിയമ നടപടികളുമായി ഞാൻ മുമ്പോട്ട് പോകും. ഞാൻ വക്കീലുമായി ഇതിനകം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നടപടിയായിട്ട് ഞാൻ പോകും. അദ്ദേഹം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു മനസ്സാ വാച കർമ്മണ അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്നാണ് ശ്രീ അജി തോമസ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായി മാറും? ഞാനൊക്കെ പ്രതിയായിട്ട് പലവട്ടം കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പൊ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കും, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇല്ല എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാധാരണ ഗോവിന്ദ മാഷ് പറഞ്ഞു ഇപ്പൊ SFIക്കെതിരെ അന്ന് പ്രസ്താവന വന്നപ്പോൾ കേസെടുത്തു. അപ്പൊ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തപ്പോ പറഞ്ഞു വ്യാജ പ്രസ്താവനകൾ, വ്യാജ പ്രചരണങ്ങൾ നടത്തിയാൽ കേസെടുക്കുമെന്ന്. ഇവിടെ ഗോവിന്ദ മാഷ് വിമർശിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തെയല്ല, ഭരണപക്ഷത്തെയാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണം പോരാ. അതുകൊണ്ട് അത് അന്വേഷണത്തിന്റെ തുടക്കത്തിലല്ല പറഞ്ഞത്, വിധി വന്ന ശേഷമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സാധാരണക്കാരനല്ല ഗോവിന്ദ മാസ്റ്റർ, CPM സംസ്ഥാന സെക്രട്ടറിയാണ്. ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് KPCC പ്രസിഡന്റിനെതിരെയാണ്. അങ്ങനെയാണ് ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. സംഭവം ഉണ്ടായ സമയത്ത് ഭരിക്കുന്നത് CPM ആണ്. അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അത് മുഖ്യമന്ത്രി ഒരാളാണ്, ഇന്നും മുഖ്യമന്ത്രി ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവന അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരു അന്വേഷണം നടത്തണം. ഒന്നെങ്കിൽ ഈ കേസ് ഇപ്പോൾ പുനരന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ സർക്കാരിനെ കളങ്കപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒരു അന്വേഷണം നടത്തി ഗോവിന്ദ മാഷക്കെതിരെ കേസെടുക്കണം. ഇന്ദുലേഖ ജോസഫ്, MV ഗോവിന്ദനെതിരെ കേസ് എടുക്കാൻ സാഹചര്യ തെളിവുകൾ ഇപ്പോൾ ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറ്റുമോ? എനിക്കിതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ല. ഒന്നത്. രണ്ട്, അഡ്വക്കേറ്റ് ഇന്ദുലേഖ ജോസഫിന് അറിയാമല്ലോ, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തു. എന്തിനു വേണ്ടിയാണ് കേസെടുത്തതെന്ന് അറിയാമോ? മഹാരാജാസ് കോളേജിൽ പോയി KSU പ്രവർത്തകൻ്റെ ബൈറ്റ് എടുത്തതിൻ്റെ പേരിലാണ് കേസെടുത്തത്. അങ്ങനെയെങ്കിൽ ദേശാഭിമാനിയുടെ ഈ 1-ാം പേജിൽ
ഒരു വാർത്ത കൊടുത്തിരിക്കുന്നല്ലോ. ഈ വാർത്തയ്ക്കകത്ത് ക്രൈംബ്രാഞ്ച് കേസ് എടുക്കും. ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ പോക്സോ കേസിലും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അങ്ങനെ പരസ്യമായി ദേശാഭിമാനിയുടെ ഈ ലേഖകനോട് വിവരം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ലേഖകനെതിരെ നിയമപരമായി കേസെടുക്കാൻ ഏതെങ്കിലും നിയമ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ദേശാഭിമാനിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ആ പത്രത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. കാരണം തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമാണ് അവർ പ്രചരിപ്പിച്ചത് എന്ന് തെളിയണം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പത്രത്തിനെതിരെ കേസ് എടുക്കാവുന്നത് തന്നെയാണ്. അതോടൊപ്പം ഇദ്ദേഹം ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞതോടൊപ്പം തന്നെ ഈ പത്രവും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ആരോപണം ഈ ഒരു ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഇങ്ങനെ ഉന്നയിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അതിലുള്ള പങ്ക് എന്താണ്, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയെന്നുള്ളത് ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറിക്ക് പറഞ്ഞ അതേ കാര്യവും ഈ പറയുന്ന പത്രത്തിനും അത് ആരാണോ റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ഇവരെ എല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം എതിരെ തന്നെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് എന്താണ് സാഹചര്യം എന്നുള്ളത് അവർ പറയട്ടെ. പിന്നെ അതെല്ലാം അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. അവർ ഇപ്പോഴറിഞ്ഞതാണോ പിന്നെ അറിഞ്ഞതാണോ, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളതൊക്കെ. പ്രഥമമായി തന്നെ ഇങ്ങനെ ഇത്രയധികം ഗൗരവമായ ഒരു അന്വേഷണം കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഇത്രയധികം ഗൗരവമായ ഒരു ആരോപണം വരുമ്പോൾ അതിൽ ആ ആരോപണവുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, ഏതൊക്കെ വ്യക്തികളുണ്ടോ, ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ, ഇവർക്കെല്ലാം എതിരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. ഈ പറയുന്ന അന്വേഷണം നടത്തുക എന്ന് പറയുമ്പോൾ കുറ്റാരോപിതനായ വ്യക്തിയെ, അതായത് ഈ പറയുന്ന കേസിലെ കുറ്റാരോപിതനായ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവർക്കെല്ലാം എതിരെ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേസ് ചാർജ് ചെയ്യല്ല, അതിനുശേഷം ആവശ്യമെങ്കിൽ കേസ് ചാർജ് ചെയ്യണം. കാരണം എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഇതുവരെ കോടതി അറിഞ്ഞില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു മൊഴി ഉണ്ടായിട്ട് ഒരു നീതിപീഠം ഇങ്ങനെ ഒരു ഇരയുടെ മൊഴി, സുധാകരൻ അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു മൊഴി ഉണ്ട് എന്നിരിക്കൽ ഒരു നീതിപീഠം അദ്ദേഹത്തെ പ്രതിയാക്കാതുള്ള നടപടിയിൽ കേസെടുക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുടെ മുമ്പിൽ ഈ മൊഴികളെല്ലാം വന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാണെങ്കിൽ കോടതി തന്നെ സ്വമേധയാ തന്നെ പ്രതിപട്ടികയിൽ ചേർക്കേണ്ട കാര്യങ്ങൾ വരെ അതിൽ അഭിപ്രായപ്പെടുന്നതാണ്. അതിനൊക്കെ പ്രൊവിഷൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഈ മൊഴികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുധാകരനെതിരെ കേസെടുക്കേണ്ടതായിരുന്നു. അത് തന്നെയാണ് മുമ്പ് ഞാനും ഈ പറഞ്ഞത്. തെറ്റാണ്. അല്ല, ഈ കേസിനകത്ത് ഇതിൽ ആര് പ്രതിയാണോ അവർക്കേറെ നടപടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി ഇപ്പോൾ പറഞ്ഞത് ഈ കേസിൽ മോൻസൺ മാവുങ്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാത്രമായിരുന്നു, അദ്ദേഹം ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ ഇരയെ, ഈ അതിജീവിതയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത് വരുന്നതാണ്. ആ രണ്ടാമത് വരുന്ന കേസിലേക്ക് ഇനി നമ്മൾ പോവുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അടുത്ത കുറ്റപത്രം ഉടനെ ഉണ്ടാകുന്നു, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴും ഗോവിന്ദൻ മാഷ് പത്രമാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമാണ് പറഞ്ഞത്. അല്ല, പത്രമാധ്യമം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമമേ ഉള്ളൂ, ദേശാഭിമാനി മാത്രമേ ഉള്ളൂ. ഒരു മാധ്യമം മതിയല്ലോ സാർ. എന്താണ് ഇവിടെ ദേശാഭിമാനിക്ക് എന്താ? ആദ്യത്തെ കേസിനെ കുറിച്ച് മാത്രമാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്ന പോക്സോ കേസും അതിന്റെ വിധിയെ കുറിച്ച് മാത്രമാണ്. അല്ല, അജി തോമസ്, ഒരു സെക്കൻഡ്. അജി കുഞ്ഞുമോനെ, ഞാൻ ചോദിക്കട്ടെ, ദേശാഭിമാനി എന്താ പത്രമല്ലേ? അതോ മറ്റു പത്രങ്ങൾക്ക് കൊമ്പ് വല്ലതും ഉണ്ടോ, തുമ്പിക്കൈയുണ്ടോ? അല്ല, ദേശാഭിമാനിക്ക് എങ്ങനെ അത്ര മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും? അതായത് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം എങ്ങനെ ദേശാഭിമാനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും? ദേശാഭിമാനിയുടെ ഒരു ലേഖകൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഈ പാർട്ടി മുഖപത്രമാണല്ലോ ദേശാഭിമാനി. അല്ല, പാർട്ടി പത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മീഡിയയ്ക്കും ചില രാഷ്ട്രീയപരമായ ചായ്വുകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ദേശാഭിമാനി ഒരു പത്രമാണ്, CPM പോലുള്ള ഒരു പാർട്ടിയുടെ പത്രമാണ്. ഇല്ല എന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശരി, ദേശാഭിമാനി പറഞ്ഞത് ഇപ്പോൾ ഇന്ദുലേഖ ജോസഫ് പറഞ്ഞ താങ്കൾ കേട്ട് കാണുമല്ലോ. അഥവാ തെറ്റായിട്ടാണ് ഈ വാർത്ത ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ദേശാഭിമാനിക്കെതിരെ കേസ് എടുക്കാനുള്ള ആർജവം ഇടതുമുന്നണി കാണിക്കുമോ? അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകണ്ട. ഈ പറയുന്ന ചന്ദ്രലേഖയ്ക്ക് വേണമെങ്കിൽ നാളെ കേസുകളെ കുറിച്ച് പോകാം. അവർക്കെതിരെ ഈ വാർത്ത തെറ്റാണെന്നും അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞ് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഈ പാനലിലിരിക്കുന്ന ആർക്കും പോകാം. ഈ നേരത്തെ താങ്കൾ പറഞ്ഞ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട കേസിൽ
ഏഷ്യാനെറ്റിന്റെ ഒരു ആളിനെതിരെ ഒരു നടപടിയെടുത്തത് ആസ്ട്രോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പരാതിയിലാണ്. ഇവിടെ പരാതിയായിട്ട് പോകൂ. അതിനകത്ത് ആ പരാതിയിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നടപടിയെടുക്കും. അത് നമ്മുടെ നിയമവ്യവസ്ഥയല്ലേ. ഇല്ല എന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഒരാളിനെതിരെ കേസ് വന്നു, ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ. അത് വാർത്തയുടെ പേരിലല്ല, വ്യാജ വാർത്തയുടെ പേരിലാണ്. ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ മഹാരാജാസ് കോളേജിലെ വിഷയം മാതിരിയുള്ള ഈ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണ് പറയപ്പെടുന്നു. അങ്ങനെ ആണെങ്കിൽ ആ അന്വേഷണത്തിൽ പ്രതി ചേർക്കാം. രണ്ടാമതൊരു അന്വേഷണത്തിന് ആവശ്യമില്ല. അത് ആരുടെയും പരാതി വേണ്ട. അത് അറിഞ്ഞ അന്വേഷണത്തിൽ സ്വമേധയാ പ്രതി ചേർക്കാം പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അത് വേറൊരു അർത്ഥമില്ല. അല്ല, സ്വമേധയെ പ്രതി ചേർക്കേണ്ടത് കോടതിയാണ്. ഞങ്ങളുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല, ആയൂർ ബിജു അല്ല, ഈ പറയുന്ന അജി തോമസോ അല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ക്രൈംബ്രാഞ്ച് ഈ മൊഴി എഴുതിയെങ്കിൽ ഈ കുറ്റപത്രത്തിനകത്ത് ഈ പരാമർശം ഉണ്ടാകാതെ ഈ മൊഴി ആരാണ് അട്ടിമറിച്ചത്? ഈ സുധാകരനെതിരെ ക്രൈംബ്രാഞ്ചിൽ പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് പറയപ്പെടുന്നു. ആ മൊഴി ആരാണ് അട്ടിമറിച്ചത്? അതിന് ഉന്നത ഇടപെടൽ ഇപ്പൊ സുധാകരന് അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു, ഭരണപക്ഷത്തിന്റെ ഉന്നത ഇടപെടലില്ല ആ മൊഴി അട്ടിമറിക്കപ്പെടുവോ? കേസ് അട്ടിമറിക്കപ്പെടുവോ? അതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യം എപ്പോഴും BJP ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അന്തർധാര സജീവമായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അജി തോമസിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ. റിട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു MP ഉണ്ട്, അദ്ദേഹത്തിന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പോക്സോ കേസ് ഉൾപ്പെടെ ഉണ്ട്. അല്ലെങ്കിൽ പോക്സോ കേസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നു. അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? എന്ത് അന്തർധാരയുടെ വെളിച്ചത്തിലാണ്? ആരുമായിട്ടാണ് നിങ്ങൾ അല്ല BJPക്ക് അന്വേഷണമാക്കുന്നുണ്ടല്ലോ. അന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത്. അന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് ഇവിടെ ചോദിച്ചത് BJP അല്ല. ഇവിടെ ചോദിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഭരണ പാർട്ടിയുടെ തലവനാണ് ചോദിച്ചത്. BJP അല്ല ചോദിച്ചത്, ഗോവിന്ദമാഷാണ് ചോദിച്ചത്. അത് നിങ്ങൾ അല്ല, കേൾക്കൂ. ഞങ്ങൾ ഭരിക്കുന്നു എന്ന് വിചാരിച്ച് ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾ കൈയാളുന്നില്ല, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾ കൈകടത്തൽ നടത്തുന്നില്ല. അതിന് തെളിവല്ലേ ഇത്? പോലീസിന് അന്വേഷണം അതിന് കൃത്യമായ വഴിക്ക് പോകും. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കും. അവർ നടപടികളുമായി മുന്നോട്ട് പോകും. അവിടെ ഒന്നും ഞങ്ങളുടെ ഞങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അജി കുഞ്ഞുമോൻ, ഈ ആയൂർ ബിജു ഇവിടെ വന്നിരുന്ന് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഇവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം എന്ത്, അതിന്റെ വിഷ്വലും അതിന്റെ ഓഡിയോയും അങ്ങ് കേൾപ്പിച്ചു. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താ? ഈ കേസിന്റെ അകത്ത്, പ്ലീസ് ആയൂർ ബിജു ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കേസിനകത്ത് ഇര അല്ലെങ്കിൽ അതിജീവിത മൊഴി കൊടുത്തിരിക്കുന്നു. എങ്ങനെയാ മൊഴി കൊടുത്തിരിക്കുന്നത്? തന്നെ പീഡിപ്പിക്കുന്ന സമയത്ത് അവിടെ K. സുധാകരൻ ഉണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്തിരിക്കുന്നു. അത് ക്രൈംബ്രാഞ്ചിനും മൊഴി കൊടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു മൊഴി ഉണ്ട് എങ്കിൽ, ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മൊഴി ഉണ്ട് എങ്കിൽ ആ മൊഴി എങ്ങനെയാ ഗോവിന്ദ മാഷ് കിട്ടിയെന്നുള്ള പിന്നീട് ചോദ്യം. ആ മൊഴി ആര് അട്ടിമറിച്ചു? അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തേ അന്ന് K. സുധാകരനെതിരെ കേസെടുത്തില്ല? ഈ കേസിന്റെ വിചാരണ മുഴുവൻ എല്ലാ നടപടികളും, ഇനി അതിജീവിത ഒരു മൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുമ്പോൾ ആ മൊഴിയിൽ പ്രതിയാകേണ്ട ആള് പ്രതിയായിട്ടില്ല എങ്കിൽ അതിന് CRPC പ്രൊവിഷൻ ഉണ്ട്. മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ നോട്ടീസ് അയച്ച് ഇയാളെ പ്രതിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഞാൻ ആയൂർ ബിജു, ഗോവിന്ദൻ മാഷ് എന്ന് നിങ്ങൾ മാഷ് എന്ന് വിളിക്കുന്നത് മാഷ് അധ്യാപകനല്ല. നമ്മളൊക്കെ വിചാരിച്ച് MSc B.Ed അല്ലെ MA B.Ed ഒക്കെ കഴിഞ്ഞ് കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിപ്പിച്ച 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞിട്ട് ഡ്രില്ല് പഠിപ്പിച്ച് 5-6 കൊല്ലക്കാലം പിള്ളേരെ ലെഫ്റ്റ് റൈറ്റ് പഠിപ്പിച്ചു എന്നുള്ളൂ. വലിയ രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും അദ്ദേഹം സ്വയം ഈ അഭിനയിക്കുന്ന ബുദ്ധിജീവി പരിവേഷമല്ലാതെ ഒരു ബുദ്ധിജീവിത്വം അദ്ദേഹത്തിന് ഇല്ല എന്ന് സമീപകാലത്തെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും തെളിയിച്ചിരിക്കുക. ഇന്ന് വെറുതെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറയുകയാണ് പോക്സോ കേസിലെ ഏറെ പറഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ചുകാരോട് സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ഈ വിവരം അദ്ദേഹം നേരത്തെ പറയാത്തത്? നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പോക്സോ കേസിൽ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം ആ വിവരം മറച്ചു വെച്ച് കഴിഞ്ഞാൽ മറച്ചു വെക്കുന്ന ആൾ പോലും കുറ്റകൃത്യത്തിൽ പങ്കാളിയാകും. അതാണ് അതിന്റെ അകത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെറുതെ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഇനി ക്രൈംബ്രാഞ്ച് സുധാകരനെ ചോദ്യം ചെയ്യാം. ക്രൈംബ്രാഞ്ച് സുധാകരനെ പ്രതിയാക്കിയിരിക്കുന്നത് 10 ലക്ഷം രൂപ വാങ്ങി എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പോക്സോ കേസിലല്ല. അത് ആയൂർ ബിജു മനസ്സിലാക്ക്. വെറുതെ എന്തെങ്കിലും വന്ന് തെറ്റിദ്ധാരണ പറയുന്നത്. ഇനി അജി കുഞ്ഞുമാൻ ചോദിച്ചു, ഞാൻ എന്നോട് പറഞ്ഞോട്ടെ, അങ്ങയുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ല. ഇനി അജി കുഞ്ഞുമാൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരവുണ്ട്. എന്താണ്?
ഇങ്ങനെ തെറ്റായ ഒരു വിവരം വാർത്ത കൊടുത്തിരിക്കുന്ന ദേശാഭിമാനി പത്രക്കാരനെതിരെ കേസെടുക്കണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് സൂര്യ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്തത്. CPMന്റെ ഒരു MP മധുരയിൽ നിന്നുള്ള സു വെങ്കടേഷ് എന്ന് പറയുന്ന MP തെറ്റായ ഒരു വിവരം ആ MPക്കെതിരെ വാർത്ത കൊടുത്തു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അത് എന്താ പറഞ്ഞ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനോ അക്രമം ഉണ്ടാക്കുന്നതിനോ പ്രേരണയായിട്ടുള്ള വാർത്തയാണ്. അതുപോലെ ഒരു വാർത്തയല്ലേ ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനി ലേഖകന്റെ ഭാവനയിൽ വിരിയുന്നത് അത് കെ സുധാകരൻ. ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ വാർത്ത കൊടുത്തിരിക്കുന്ന അവസാനം ഒരു കോളം ന്യൂസിലാണ്. ഈ വാർത്തയല്ലേ എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുക്കേണ്ടത്. ഈ വാർത്തയല്ലേ ഏറ്റവും ഒന്നാമത്തെ വാർത്തയായിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ കെ സുധാകരനെതിരെ അതിജീവിതയുടെ മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴി മാത്രമല്ല കെ സുധാകരന് കുരുക്ക് മുറുകുമെന്ന് ഒരു ബോണ്ടിൽ സഹിതം അത് ഈ പ്രധാന തലക്കെട്ടിന് തൊട്ട് താഴെ കൊടുത്തിട്ടുമുണ്ട്. ഇത് ദേശാഭിമാനി ഈ വിവരം കിട്ടിയെന്ന് അറിയേണ്ടത്. നമ്മൾ അറിയേണ്ടത് ഈ വിവരം ദേശാഭിമാനി പത്രത്തിനും ഗോവിന്ദൻ മാസ്റ്റർക്കും കിട്ടിയ സോഴ്സ് ഏത് അതറിയണമല്ലോ. കോടതിക്ക് വിവരം കിട്ടിയിട്ടില്ല, ക്രൈംബ്രാഞ്ചിന് വിവരം കിട്ടിയിട്ടില്ല, കുറ്റപത്രത്തിൽ ഇല്ല, വിധി ന്യായത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് ദേശാഭിമാനിയുടെ ലേഖനം ഗോവിന്ദൻ മാസ്റ്റർക്കും കിട്ടിയത്? ആ വിവരം അതാണ് അഡ്വക്കേറ്റ് ഇന്ദുലേഖ ഇവിടെ സൂചിപ്പിച്ചത്. അത് അന്വേഷണം നടക്കണം. കാരണം പുതിയൊരു വെളിപ്പെടുത്തല, ഇത് പഴയ വെളിപ്പെടുത്തലല്ല, പുതിയൊരു വെളിപ്പെടുത്തല. ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണം നടത്തട്ടെ. ഗോവിന്ദൻ മാഷ്, ആയൂർ ബിജു ഇതിന് സമാധാനം കോടതികളിൽ പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തില്, ഒരു സംശയവും വേണ്ട. ഒരു നിമിഷം, ഒരു 30 സെക്കൻഡ് കൂടെ പറയാം, നമ്മുടെ സമയം അതിക്രമിച്ചു. ഇപ്പോൾ ഞാൻ അതേ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവനകളിലും ഒപ്പമാണ് നിന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തെ ചില നേതാക്കന്മാരുമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള അവിശുദ്ധ ബന്ധം അതിന് CPMന്റെ പാർട്ടി സംവിധാനം തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രസ്താവന ശ്രീ ആയൂർ ബിജു, അവസാനമായി ഇതിനെല്ലാം കൂടി ഒരു മറുപടി, നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവന ചോദ്യം അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യമുണ്ട നിലപാടുകൾ വ്യക്തമാണ്. ഇവിടെ ആരെങ്കിലും വ്യാജരേഖ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. ആർക്കെങ്കിലും എതിരെ പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. അഡ്വക്കേറ്റ് ഇന്ദുലേഖ തീർച്ചയായും. ഇന്ദുലേഖ ജോസഫ്, ഇതില് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്നത് സ്റ്റേറ്റിനാണ്. കാരണം ഇതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അന്വേഷണം നടത്തി കേസെടുക്കുക എന്നുള്ളത് പരാതിക്ക് വെയിറ്റ് ചെയ്യാതെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തി കേസെടുക്കണമെങ്കിൽ കേസെടുക്കേണ്ട ബാധ്യത ഭരിക്കുന്ന സർക്കാരിനാണ്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഭരിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള MV ഗോവിന്ദൻ വേഴ്സസ് കെ സുധാകരൻ KV ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഭിഭാഷക ഇന്ദുകല ജോസഫ്, ഒപ്പം തന്നെ LDF പ്രതിനിധി ആയൂർ ബിജു, കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണു, BJP പ്രതിനിധി അജി തോമസ്, 4 പേർക്കും നന്ദി.